ആദ്യ രാത്രി. രചന ഷർഫീന. അവതരണം ജൻസി. ഉണ്ണിയേട്ടോയ്. കിണറ്റിൻ്റെ പടവിലിരുന്ന് പല്ല് തേക്കുമ്പോഴാണ് അരമതിലിനപ്പുറത്ത് നിന്ന് വിളി വന്നത്. ഓ, ഇവന് ഉറക്കമില്ലേ? ഇപ്പോൾ എന്തേലും കൊനിഷ്ഠ ചോദിക്കും. ഉണ്ണി ബ്രഷ് വായിലിട്ടുകൊണ്ട് പിറുപിറുത്തു. ഇത് ഉണ്ണിയേട്ടൻ തന്നെയല്ലേ? ഉണ്ണിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും കാണാതായപ്പോൾ മിഥുൻ ചോദിച്ചു. കണ്ണേട്ടാ. അവൻ്റെ സംശയം തീർക്കാൻ എന്നോണം കണ്ണൻ്റെ പേര് വിളിച്ചു നോക്കി. അതിന് ഉണ്ണിയിൽ നിന്ന് ഒരു തുറിച്ചുനോട്ടമാണ് കിട്ടിയത്. അതും കൂടിയായപ്പോൾ മിഥുന് ആളാരെന്ന് മനസ്സിലായിരുന്നു. ആ, കണ്ണേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ക്ഷീണം കൊണ്ടാണോ? ഇത് കേട്ടപ്പോൾ ഉണ്ണിയുടെ ബ്രഷ് കവളിൽ കൊണ്ടുപോയി. ഓ! ഉണ്ണിയിൽ നിന്ന് വേദനയിൽ ചെറു ശബ്ദം പുറത്തേക്ക് വന്നു. അത് കണ്ടപ്പോൾ മിഥു ഒരു ആക്കിച്ചിരിയോടെ പറഞ്ഞു. സ്വപ്നവും കണ്ട് പല്ല് തേച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെൻ്റെ ഉണ്ണിയേട്ടാ. അപ്പോഴേക്കും മിഥുൻ്റെ നിലവിളി അവിടെ ഉയർന്നു. എൻ്റെ അമ്മേ! മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും അവൻ്റെ ഒരു ഫസ്റ്റ് നൈറ്റ്. അതും പറഞ്ഞ് അടുത്ത് കണ്ട വെള്ളം നിറച്ച് വെച്ച കോരിയും ചവിട്ടിയിട്ടുകൊണ്ട് ഉണ്ണി അകത്തേക്ക് പോയി. മിഥു തലയും തടവി താഴെ വീണ് കിടക്കുന്ന ചട്ടിയും ഉണ്ണി പോയ വഴിയെ നോക്കിക്കൊണ്ടിരുന്നു. എന്താന്നല്ലേ, കഴിഞ്ഞ ദിവസം കഴുകി കിണറിൻ്റെ സൈഡിൽ കമിഴ്ത്തി വെച്ച ചട്ടി വെച്ചാണ് ഉണ്ണി മിഥുനെ എറിഞ്ഞത്. ഇങ്ങനെ ചൂടാവാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, മിഥു മനസ്സിലോർത്തു. ഇതേ സമയം കണ്ണൻ്റെ റൂമിൽ മുഖത്ത് പുലർക്കാല വെട്ടം തട്ടിയപ്പോൾ പാറുമെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നു. അന്നേരം തന്നെ കാണുന്നത് തൻ്റെ നഗ്നമായ മാറിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവനെയാണ്. അത് കാണെ അവൾക്ക് കഴിഞ്ഞ രാത്രിയിലെ ഓരോന്നും ഓർമ്മയിലേക്ക് വന്നു. ആ ഓർമ്മകൾ പോലും അവളുടെ കവളുകളെ രക്തവർണ്ണമാക്കി. അവൾ മെല്ലെ അവൻ്റെ കൈകൾക്കിടയിൽ നിന്ന് തൻ്റെ കൈകൾ വലിച്ചെടുത്തു. ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മുഖത്ത് ചെറുപുഞ്ചിരിയാലെ മെല്ലെ തലോടി. അവളുടെ തലോടൽ അറിഞ്ഞപ്പോൾ ഉറക്കിലും കണ്ണൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു. അത് കാണെ അവൾ കൈകളുടെ ചലനം നിർത്തി. അവൻ ഉണർന്നാൽ തനിക്ക് പണി കിട്ടുമെന്ന് തോന്നിയതിനാൽ അവൾ വേഗം അവനെ ദേഹത്ത് നിന്നും മറിച്ചിട്ടുകൊണ്ട് നിലത്ത് ചിതറിക്കിടക്കുന്ന സാരിയും വാരി ചുറ്റി ബാത്റൂമിലേക്ക് ഓടിയിരുന്നു. പാറു! അവളുടെ തലോടലിൽ തന്നെ കണ്ണൻ ഉണർന്നിരുന്നു. അടുത്തത് എന്താ അവൾ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ ഉറക്കം നടിച്ചതായിരുന്നു. ഒരു പാറുവുമില്ല, ഞാൻ കുളിക്കട്ടെ, ഇപ്പോൾ തന്നെ സമയം വൈകി, പാറു ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഇടയിലൂടെ തലയിട്ടുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കണ്ണൻ ചാടി എഴുന്നേറ്റു. എന്നാൽ ഞാനും കൂടെ വരാം. ഇത് കണ്ട് പാറു അവനെ മിഴിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ണൻ ചാടി എഴുന്നേറ്റപ്പോൾ തന്നെ അരഭാഗം മറച്ചിരുന്ന പുതപ്പ് തെന്നിമാറി അവൻ്റെ നഗ്നത അവളുടെ മുന്നിൽ വെളിവായിരുന്നു. കണ്ണേട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെ വന്നാൽ തീരെ ശരിയാവില്ല. കുളിക്ക് പകരം വേറെ എന്തൊക്കെയോ നടക്കും. അതും പറഞ്ഞ് പാറു വാതിലടക്കാനൊരുങ്ങി. അടയ്ക്കല്ലേ, ഞാനും വരുന്നു. ഇപ്പോൾ തന്നെ സമയം വൈകി, ഇനിയും വൈകിയാൽ അമ്മ വഴക്ക് പറയും, കണ്ണൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ആ നേരം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരി അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് കേട്ടപ്പോൾ പാറു ചിന്തിച്ചു. കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാ, ഇപ്പോൾ തന്നെ സമയം വൈകി, കണ്ണേട്ടനും കൂടെ കയറിക്കോട്ടെ. എന്നാ വാ, പക്ഷേ ഒരു കണ്ടീഷൻ, എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല. ഞാൻ തൊടാത്ത സ്ഥലമില്ല നിൻ്റെ ദേഹത്ത്. ആ എന്നോടാ, കണ്ണൻ മെല്ലെ പിറുപിറുത്തു. കണ്ണേട്ടൻ എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ സമയമില്ല, അന്നേരമാണ് നിന്നെ തൊട്ട് കളിക്കേണ്ടെന്ന്, വേറെ പണിയില്ല എന്ന് പറഞ്ഞതാ. ഉള്ളിൽ ഊറിച്ചിരിച്ച് പുറമെ പുച്ഛിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ സംസാരം. അവൻ്റെ മുഖഭാവത്തിൽ തന്നെ അവൾ വിശ്വസിച്ചിരുന്നു അവൻ പറയുന്നത് സത്യമാണെന്ന്. മണ്ടി വിശ്വസിച്ചെന്നാ തോന്നുന്നത്. നിന്നെ തൊടരുത് എന്നല്ലേ കാണിച്ചു തരാം മോളെ, ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ. അമ്മേ, ചായ. കിച്ചണിലേക്ക് കയറിക്കൊണ്ട് ഉണ്ണി വിളിച്ചു കൂവി. ഒന്ന് മെല്ലെ വിളിക്ക് ചെക്ക, കല്യാണം കഴിഞ്ഞു എന്നിട്ടും കുട്ടിക്കളി മാറിയില്ല. കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലേ? ഇവരൊക്കെ എന്താ ഇങ്ങനെ? പൂർവിമോളെ എഴുന്നേറ്റില്ലേ ഉണ്ണിയെ? യശോദയുടെ ശബ്ദമാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ആ അമ്മേ, അവൾ കുളിക്കുക. എന്നാൽ നീ ചെന്ന് മോളെ വിളിച്ചിട്ട് വാ, രണ്ടുപേർക്കും ഒരുമിച്ച് ചായ കുടിക്കാം, മോളെ തനിച്ചിരുത്തണ്ടല്ലോ. അമ്മ ഇരുകപ്പിലേക്കും ചായ പകർന്നുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ഉണ്ണി ഞെട്ടിയിരുന്നു. ഞാനോ? ഇത് കേട്ടപ്പോൾ യശോദ അവനെ തുറിച്ചു നോക്കി. അതെന്താടാ ഞാനോ എന്നുള്ള പറച്ചിൽ? ഞാൻ നിന്റെ ഭാര്യയെ വിളിക്കാനല്ലേ പറഞ്ഞ്, അല്ലാതെ വേറെ ആരെയും അല്ലല്ലോ. പൂർവിയെ അഭിമുഖീകരിക്കാനുള്ള ചമ്മൽ കൊണ്ടാണ് ഉണ്ണി രാവിലെ തന്നെ റൂമിൽ നിന്ന് മുങ്ങിയത്. അത് യശോദയ്ക്ക് അറിയില്ലല്ലോ. അത് അമ്മേ, അവൾ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല, അവൾ പിന്നെ വന്ന് കഴിച്ചോട്ടെ, എനിക്കുള്ള ചായ വേഗം തന്നേക്ക്, വല്ലാത്ത വിശപ്പ്.
ഉണ്ണി വയറിൽ തടവി മുഖത്ത് നിഷ്കു വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇതും കേട്ടുകൊണ്ടാണ് അവരുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നത്. നേരം വെളുത്തില്ല, അപ്പോഴേക്കും നിനക്ക് വിശപ്പ് തുടങ്ങിയോ? നടന്നിട്ട് വരുന്ന എനിക്ക് പോലും ഇത്ര വിശപ്പില്ലല്ലോ. ശിവൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛനെ പോലെയാണോ ഞാൻ? ഇന്നലെ തിരക്ക് കാരണം നേരാവണ്ണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അച്ഛനൊന്നും ഒരു പണിയും ഉണ്ടായിരുന്നില്ലല്ലോ. പണിയൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലേ? ഉണ്ണി ശിവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്ര വിശക്കാൻ മാത്രമുള്ള എന്ത് പണിയാടാ നീയൊക്കെ ചെയ്തത്? ശിവൻ ഉണ്ണിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ഷോ, ഈ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ പിള്ളേരോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? യശോദ ശിവന്റെ കൈക്ക് മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ശിവനും കാര്യം കത്തിയത്. ശിവൻ ഉണ്ണിയെ ഒരുമാതിരി നോട്ടം നോക്കി. അമ്മയാണെങ്കിൽ സാരിത്തലപ്പ് കൊണ്ട് വായ പൊത്തി ചിരി കടിച്ച് പിടിച്ചു. ഉണ്ണിയാണെങ്കിൽ ഇരുവരുടെയും നോട്ടത്തിൽ എന്തോ പന്തികേട് തോന്നിയതിനാൽ എന്നാൽ അവളെ വിളിച്ചിട്ട് വരാം, അതും പറഞ്ഞ് അവിടെ നിന്നും തടി തപ്പി. ഈ സമയം പൂർവി സാരിയുടെ നുറിയെടുക്കുകയായിരുന്നു. മുന്താണിയാണെങ്കിൽ അലസമായി മാറിലിട്ടിട്ടുണ്ട്. അതിനാൽ അവളുടെ നഗ്നമായ ആലില വയർ നന്നായി കാണാം. ഷോ, ഇതെന്താ ശരിയാവാത്തേ? കണ്ണൻ ബാത്റൂമിൻ്റെ ഡോറടച്ച് പാറുവിന് നേരെ തിരിഞ്ഞു. അന്നേരത്തെ ആവേശത്തിൽ അവനെ അകത്ത് കയറ്റിയെങ്കിലും അവളിൽ വല്ലാത്ത പരവേശം നിറഞ്ഞു. അതറിഞ്ഞപ്പോൾ അവനിൽ കള്ളച്ചിരി വിരിഞ്ഞു. എന്താ ഭാര്യേ, ഇങ്ങനെ തന്നെ നിൽക്കാനാണോ നിന്റെ ഭാവം? കുളിക്കുകയൊന്നും വേണ്ടേ? അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. അതറിയെ അവൾ മാറിൻ്റെ കുറുകെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന സാരിയിൽ പിടിമുറുക്കി. നാണമാണോ പെണ്ണെ? അവൻ അവളുടെ ചെവിയോരം മുഖം അടുപ്പിച്ച് വളരെ ആർദ്രമായി ചോദിച്ചു. അവൻ്റെ ചുടുനിശ്വാസം കാതോരം വന്ന് പതിച്ചപ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ വിറയൽ ബാധിച്ചു. അത് പിന്നെ കണ്ണേട്ടാ. അവൾ എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അവൻ വിരലാൽ അവളുടെ ആദരത്തിൽ തടസ്സം തീർത്തിരുന്നു. വേണ്ട, ഒന്നും പറയണ്ട. എൻ്റെ പാറുക്കുട്ടി എന്നെ കുളിപ്പിച്ച് തന്നാൽ മതി. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പെണ്ണിനെ ഞാൻ തൊടില്ല, അതുപോലെ. ഒരു കൂസലുമില്ലാതെയായിരുന്നു അവൻ്റെ പറച്ചിൽ. അത് കേട്ട് അവൾ കണ്ണും തള്ളി അവനെ നോക്കിപ്പോയി. എന്നിട്ടൊരു ചോദ്യവും. ഞാനോ? അതെ, നീ തന്നെ. അതെങ്ങനെ ശരിയാവും? എനിക്കൊന്നും വയ്യ. പ്ലീസ് മോളെ, അങ്ങനെ പറയല്ലേ. എൻ്റെ ഒരു ആഗ്രഹമല്ലേ? അവൻ അവൾക്ക് നേരെ കെഞ്ചി. അന്നേരം അവൻ്റെ ചുണ്ടിൽ മറഞ്ഞിരിക്കുന്ന കുറുമ്പ് അവൾ കണ്ടിരുന്നില്ല. അത് കേട്ട് അവൾ അവനെ ഒന്ന് അടിമുടി നോക്കി. അവൻ്റെ ഉറച്ച ശരീരവും ദൃഢമായ നെഞ്ചും അതിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന തൃശൂല ലോക്കറ്റോട് കൂടിയ ചെയിനും അത് അവനിൽ കൂടുതൽ ഭംഗിയേകുന്നത് പോലെ തോന്നി അവൾക്ക്. തൻ്റെ ശരീരത്തിലേക്ക് സ്വയം മറന്നുള്ള അവളുടെ നോട്ടം കാണെ അവൻ കുസൃതിയോടെ കവളിൽ നാവിട്ട് നെല്ലിക്കാക്കളം വരച്ചു. പ്ലീസ് പെണ്ണെ, സമയം പോകുന്നു. വേഗം, അവൻ വീണ്ടും കെഞ്ചി. അവൻ്റെ ശബ്ദം കേട്ട് പാറു ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അവൻ മുഖത്ത് നിഷ്കളങ്കത വാരി വിതറിയിരുന്നു. അവൻ്റെ മുഖം കാണെ അവൾക്ക് എതിര് പറയാൻ തോന്നിയില്ല. കുളിപ്പിക്കുമ്പോൾ കണ്ണേട്ടൻ എന്നെ തൊടില്ലല്ലോ? ഒരു മുൻകരുതൽ എന്ന പോലെ അവൾ ചോദിച്ചു. ഏയ്, ഞാൻ അങ്ങനെ ചെയ്യോ? ഞാൻ നിന്നെ നോക്കുക പോലുമില്ല. കണ്ണൻ നിഷ്കൂലുക്ക് പറഞ്ഞു. ആ, എന്നാൽ തിരിഞ്ഞു നിൽക്ക്. എന്തിന്? കണ്ണൻ സംശയത്തോടെ ചോദിച്ചു. എനിക്ക് സാരി മാറണം. ഇങ്ങനെ തന്നെ കുളിക്കാൻ പറ്റില്ലല്ലോ. അതിന് ഞാനെന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? ഞാൻ കാണാത്തതായി ഒന്നുമില്ലല്ലോ നിന്റെ ശരീരത്തിൽ. അവൻ കെറിവെച്ചുകൊണ്ട് പറഞ്ഞു. അത് രാത്രി ഇരുട്ടത്തല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആ നേരം പാറുവിൽ സ്ത്രീ സഹജമായ നാണം വന്നു. ഇരുട്ടത്താണേലും ഞാനെല്ലാം HD ക്ലാരിറ്റിയോടെയാണ് കണ്ടത് പെണ്ണെ. അവൻ ചുണ്ട് കടിച്ച് പിടിച്ച് അവളെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു. അത് കേൾക്കെ അവളുടെ മുഖത്ത് രക്തം ഇരച്ചു കയറി. അത് കാണെ അവനിൽ പൊന്തി വരുന്ന വികാരത്തെ അവൻ നിയന്ത്രിച്ചു. ഷോ, വഷളത്തരം പറയല്ലേ. പറഞ്ഞാൽ ഞാൻ കുളിപ്പിക്കില്ല. കണ്ണേട്ടൻ താനെ കുളിച്ചോ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങി. അത് കാണെ അവൻ വേഗം അവൾക്ക് കുറുകെ കൈവച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏയ് ഇല്ല, ഇനി പറയില്ല. നീ വേഗം കുളിപ്പിച്ചതാ, സമയം പോകുന്നു. അത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ട് അവൻ ഒറ്റ കണ്ണ് ചിമ്മി. പ്ലീസ് എന്ന് ചുണ്ടനക്കി. ആ, വാ, തിരിഞ്ഞു നിൽക്ക്. അത് കേൾക്കേണ്ട താമസം അവൻ വേഗം തിരിഞ്ഞു നിന്നു. ഒന്ന് കല്യാണം കഴിച്ചെന്ന് കരുതി ഞാൻ ആ പഴയ ഉണ്ണി തന്നെയല്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഒരുമാതിരി പരട്ട സംസാരം. ഉണ്ണിയെ താഴെ നടന്ന സംഭവങ്ങൾ ഓർത്ത് പിറുപിറുത്തു കൊണ്ട് സ്റ്റെപ്പ് കയറി അവൻ്റെ റൂമിലേക്ക് നടന്നു. ഇതേ സമയം പൂർവി സാരിയുടെ പ്ലീറ്റ് ശരിയാവാത്തത് കാരണം സാരി മാറി കബോർഡിൽ ടോപ്പും ലെഗിൻസും എടുക്കുകയായിരുന്നു. അന്നേരമാണ് ഉണ്ണി അവിടേക്ക് കയറി വന്നത്. പൂർവി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മുന്നോട്ട് നോക്കിയ ഉണ്ണിയുടെ മിഴികൾ ചെന്നെത്തിയത് അവളുടെ നഗ്നമായ വയറിലേക്കാണ്. ഒരു നിമിഷം അവനെല്ലാം മറന്ന് അവിടെ തറഞ്ഞു നിന്നുപോയി.
പൂർവി ഞെട്ടൽ മാറി അവൻ്റെ നോട്ടം കണ്ട് ജാള്യതയോടെ വേഗം തിരിഞ്ഞു നിന്നു. അന്നേരം പൂർവിയോട് മനസ്സിലേക്ക് മുൻപ് ഹിന്ദി സീരിയലിൽ കണ്ട ഇതേ അവസരത്തിലുള്ള റൊമാൻസ് രംഗം എവിടെ നിന്നൊക്കെയോ ഓടി വന്നു. അത് അവളുടെ മുഖത്ത് അരുണാഭമാക്കി. അവൾ തിരിഞ്ഞു നിന്നപ്പോഴാണ് ഉണ്ണിക്ക് ബോധം വന്നത്. പിന്നെ അവന് അവളുടെ മുഖം നോക്കാൻ എന്തോ ചമ്മൽ തോന്നി. സോറി പൂർവി, ഞാൻ അറിയാതെ. ഉണ്ണി പതർച്ചയോടെ അതും പറഞ്ഞ് വേഗം ചാരിയ വാതിലും തുറന്ന് പുറത്തേക്ക് ഓടിയിരുന്നു. ആ സമയം പൂർവിയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന നാണം മാറി വേദന നിറഞ്ഞു. അവൻ്റെ സോറി എന്ന വാക്കിൽ തന്നെ അവനിലുള്ള അകൽച്ച അവൾ മനസ്സിലാക്കിയിരുന്നു. ഒരു പക്ഷേ അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവനിൽ നിന്നുള്ളൊരു സ്പർശനം അവൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം.